നമസ്കാരം പ്രിയമുള്ളവരെ. പശ്ചിമേഷ്യയിലെ സംഭവവികാസങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലൊന്ന്, അന്തർദേശീയ മാധ്യമങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യുന്ന വാർത്തകളിലൊന്ന്, ചൈനീസ് വിമാനങ്ങൾ ഇറാനിലെത്തുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഇറാനു വേണ്ട വ്യോമപ്രതിരോധ സംവിധാനങ്ങളും മിസൈൽ സാമഗ്രികളുമായിട്ട് ചൈനീസ് യുദ്ധവിമാനങ്ങൾ ഇറാനിലെത്തുന്നതായി അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാൻ മാധ്യമങ്ങൾ അത് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ചൈനീസ് മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും നൽകുന്നില്ല. അവർ നിസ്സംഗത പുലർത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇറാന്റെ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം നൽകുന്നുണ്ട്. ചൈനയുടെ F-2000, HQ-22 തുടങ്ങിയ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാണ് ഇറാന്റെ ഭാഗമാകുന്നത്. ഇറാൻ തങ്ങളുടെ സൈന്യത്തിന്റെയും അതുപോലെയുള്ള തന്ത്രപ്രധാന സ്ഥലങ്ങളിലുമൊക്കെ ഈ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിപ്പിച്ചതായി വാർത്താമാധ്യമങ്ങൾ, പ്രത്യേകിച്ചും ഇറാനിയൻ വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എണ്ണയ്ക്ക് പകരമായിട്ടാണ് ചൈന ഈ ആയുധങ്ങളും ഒപ്പം ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നൽകുന്നതായിട്ടാണ് റിപ്പോർട്ട്. നേരത്തെ റഷ്യയുടെ S-300 മുതലായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായിരുന്നു ഇറാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒപ്പം റഷ്യയുടെ S-300 പകരമായിട്ട് ഇപ്പോൾ S-400 ഇറാന്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ വിന്യസിപ്പിക്കാനുള്ള ചർച്ച റഷ്യയുമായി പുരോഗമിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നതോടൊപ്പം തന്നെയാണ് HQ-22, F-2000 മുതലായ ചൈനയുടെ ഏറ്റവും വിഖ്യാതമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോൾ ഇറാനിലെത്തി എന്ന വാർത്തയും പുറത്തു വരുന്നത്. ഇറാനെ സംബന്ധിച്ച് ഇറാന്റെ അസംസ്കൃത എണ്ണയുടെ 90% വാങ്ങുന്നത് ചൈനയാണ്. ലോകത്തിന്റെ ബഹിഷ്കരണം, ഇറാന് മേലുള്ള എണ്ണയുടെ ബഹിഷ്കരണം ഒരു പരിധിവരെയല്ല, 99% തടഞ്ഞു നിർത്തുവാൻ കഴിയുന്നത് ചൈനയുടെ സഹായത്താലാണ്. കാരണം അവർ ഇറാന്റെ എണ്ണയുടെ 90%, അസംസ്കൃത എണ്ണയുടെ 90% വാങ്ങിക്കുന്നു എന്ന വാർത്തയാണ് വളരെ പ്രാധാന്യത്തോടെ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഒരിക്കൽ കൂടി ഇറാൻ ആക്രമിക്കുവാൻ ഇസ്രായേൽ ഒരുങ്ങുന്നതായി ആക്സിം പോലെയുള്ള പത്രങ്ങളും ഈ അവസരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ തങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ സുശക്തമാക്കുന്നതെന്നുള്ള വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇസ്രായേൽ ചാരന്മാർ ഇറാനകത്ത് കടന്നു കയറി ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർക്കുന്ന തരത്തിലേക്ക് അവരുടെ പ്രവർത്തനം വിജയിപ്പിച്ചിരുന്നു. ഒപ്പം ഇറാനകത്ത് തന്നെ കടന്നു കയറി അവർ ഡ്രോൺ കേന്ദ്രവും തുടങ്ങിയിരുന്നു. ഇതൊക്കെ തകർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇറാന് കുറച്ചധികം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ. അത് ഒക്കെ പുനഃസ്ഥാപിക്കപ്പെടുന്ന ഒരു നടപടിക്രമവുമായിട്ട് ഇറാൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു എന്ന വാർത്തകൾ തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ ഒരു ആക്രമണം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ആക്സിം പോലെയുള്ള അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ ഒരിക്കൽ കൂടി ഇറാനെ ആക്രമിക്കും എന്ന രീതിയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ എണ്ണവും വ്യാപ്തിയും ഒക്കെ കൂട്ടുന്നതെന്ന രീതിയിലുള്ള വിശകലനങ്ങൾ അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. അമേരിക്ക ഇറാൻ നേരെ നടത്തിയ ആക്രമണവും പരാജയമായിരുന്നു എന്ന വസ്തുത മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ തന്നെ വിശകലനം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഇസ്രായേൽ ആദ്യഘട്ടം നാദാൻ, ഇസ്വാൻ മുതലായ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു. അത് പരാജയമായിരുന്നു എന്ന തിരിച്ചറിവാണ് ഇസ്രായേൽ അമേരിക്കയെ ക്ഷണിച്ചു വരുത്തി ഈ അമേരിക്കയുടെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നത് എന്ന രീതിയിലുള്ള വിശകലനം പുറത്തു വരുന്നുണ്ട്. പക്ഷേ അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുവാൻ നിയോഗിച്ച പറഞ്ഞുവിട്ട B-2 ഫൈറ്റർ ജെറ്റ് വിമാനങ്ങളിൽ കുറച്ചധികം തിരിച്ച് അമേരിക്കയിൽ എത്തിയിട്ടില്ല എന്ന വിശകലനങ്ങളും അന്തർദേശീയ മാധ്യമ രംഗങ്ങളിൽ നിറയുകയാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും B-2 ഫൈറ്റർ ജെറ്റുകളിൽ കുറച്ച് തിരിച്ച് അമേരിക്കയിൽ എത്തിയിട്ടില്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. ഒപ്പം പെന്റഗന്റെ ഇന്റലിജൻസും യൂറോപ്യൻ യൂണിയന്റെ ഇന്റലിജൻസും പറയുന്നത് അമേരിക്കയുടെ ഇറാൻ ആണവോർജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം പരാജയമായിരുന്നു എന്നാണ്. കാരണം ഈ രണ്ട് റിപ്പോർട്ടുകളും പറയുന്നത് വേണമെങ്കിൽ ഇറാന് 1-2 മാസങ്ങൾക്കുള്ളിൽ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള അറ്റകുറ്റപ്പണികൾ അത് പുരോഗമിപ്പിച്ച് വേണമെങ്കിൽ അവർക്ക് ആണവായുധം ഉണ്ടാക്കാം. അത്രമേലുള്ള ആഘാതങ്ങൾ മാത്രമേ അമേരിക്കയുടെ ആക്രമണങ്ങൾ കൊണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളൂ എന്നാണ്. അങ്ങനെ തന്നെയുള്ള ഒരു സ്ഥിരീകരണമാണ് അന്തർദേശീയ ആണവ ഏജൻസി കമ്മിറ്റി ചെയർമാൻ റാഫേൽ ഗ്രസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അദ്ദേഹം പറയുന്നത് വലിയ ആഘാതങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇറാന് വേണമെങ്കിൽ 2-3 മാസങ്ങൾക്കുള്ളിൽ അവരുടെ ആണവ കേന്ദ്രങ്ങളിൽ നിന്ന് ആണവ ആയുധം ഉൽപ്പാദിപ്പിക്കാവുന്ന രീതിയിലേക്ക് അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണം പുരോഗമിപ്പിക്കാമെന്നാണ്. ഏകദേശം 60% ഇറാൻ ഇപ്പോൾ തന്നെ ആണവ ഊർജം യുറേനിയം സമ്പുഷ്ടീകരിച്ചു കഴിഞ്ഞു. അത് അവരുടെ വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ളതാണെന്നാണ് ഇറാൻ പറയുന്നത്. വേണമെങ്കിൽ കുറച്ചുകൂടി അളവിൽ യുറേനിയം സമ്പുഷ്ടീകരിച്ച് അവർക്ക് വേണമെങ്കിൽ ആണവായുധ നിർമ്മാണം എന്ന ഘട്ടത്തിലേക്ക് എത്താം എന്ന രീതിയിലുള്ള പ്രസ്താവനയും ഈ റാഫേൽ ഗ്രസിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഇന്റലിജൻസും ഒപ്പം അമേരിക്കൻ ഇന്റലിജൻസും ഒക്കെ പറയുന്നത് ഈ അമേരിക്കയുടെയും ഒപ്പം ഇസ്രായേലിൻ്റെയും ഇറാന് നേരെയുള്ള അവരുടെ ആണവ
കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം പരാജയമായിരുന്നു എന്നാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും അതിനെ തുടർന്നാണ് ഇപ്പോൾ B2 ഫൈറ്റർ ജെറ്റുകൾ അമേരിക്ക ഇസ്രായേൽ നൽകിക്കൊണ്ട് അങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വരികയാണ് മാധ്യമങ്ങളിൽ കൂടി. B2 ഫൈറ്റർ ജെറ്റുകൾ അമേരിക്ക ഇസ്രായേൽ നൽകുന്നു, ഇസ്രായേൽ അതുപയോഗിച്ച് ഇറാനെ ആക്രമിക്കുന്നു എന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ചിലപ്പോൾ സാഹചര്യങ്ങൾ പോയേക്കാം. അങ്ങനെയുള്ള ഒരു ചർച്ച വരുന്നതിനിടയ്ക്കാണ് ഇപ്പോൾ ഇറാൻ കൂടുതൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ചൈനയുടെ ഭാഗത്ത് നിന്ന് വാങ്ങിക്കുന്നതെന്ന വലിയ ഒരു വിശദീകരണ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.